ഗ്യാസിന് ഷോർട്ടേജ് ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാം കുക്കറിലാണ് വെച്ചെടുക്കുന്നത്. ഇത് ചക്കക്കുരു വേവിക്കുകയാണ്. ചക്കക്കുരുവും മാങ്ങയും കൂടെ ഇട്ട് ഒരു എരിശ്ശേരി പോലെ ഉണ്ടാക്കാനായിട്ടാണ് ഈ മാങ്ങയും ഈ പച്ചമുളകും ഒന്ന് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ വേവിച്ചെടുത്ത ചക്കക്കുരു അരിഞ്ഞ് വെന്ത മാങ്ങയോടൊപ്പം ഇടണം. എന്നിട്ട് കുറേ നേരം കൂടെ അത് ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കണം. കുക്കറിൽ വേവിച്ച ചക്കക്കുരു അരിഞ്ഞ് വേവിച്ചെടുത്ത മാങ്ങയോടൊപ്പം ചേർത്തു. എന്നിട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ, പച്ചമുളക് ഇത്രയും നന്നായിട്ട് അരച്ച് അതിനോടൊപ്പം ചേർത്തു. കുറച്ച് നേരം കൂടെ അടുപ്പിൽ വെച്ച് പാകപ്പെടുത്തിയപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് ലഭിക്കും. ഇതിനെയാണ് ചക്കക്കുരു എരിശ്ശേരി എന്ന് പറയപ്പെടുന്നത്. ഇത് നല്ല പുളിയും കൂടെ കിട്ടും. മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കുന്നതായതുകൊണ്ട് ഇത് നല്ലൊരു കറിയാണ്. സാധാരണ പണ്ട് ആൾക്കാർ കഞ്ഞിയോടൊപ്പമൊക്കെ ഇത് ഉപയോഗിക്കുമായിരുന്നു. ഇത് നമുക്ക് ചോറിനോടും ഒഴിച്ച് ഉപയോഗിക്കാം. പിന്നീട് അരപ്പ് ചേർക്കണം. ചപ്പാത്തിയോട് വേണമെങ്കിലും ഇത് നമുക്ക് കഴിക്കാം. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു എരിശ്ശേരിയാണ് ഇത്. ഇനി ഇതിനകത്ത് കുറച്ച് കടുക് പൊട്ടിച്ച് ഒഴിക്കണം. അതും കൂടെ ഒഴിച്ചതാണ് ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരിയാണ് ഇത്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പകർന്ന് വയ്ക്കാം.